ഷിനോജ് നമസ്കാരം. കോട്ടയത്ത് ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നുണ്ടോ? വെള്ളക്കെട്ട് വിവിധ പ്രദേശങ്ങളിൽ ദുരിതമുണ്ടാക്കുന്നുണ്ടോ ഷിനോജ്? മോത്തി, നിലവിൽ മഴയ്ക്ക് ശമനമുണ്ട്. പക്ഷേ അന്തരീക്ഷം ഇപ്പോഴും മൂടിക്കെട്ട് തന്നെ നിൽക്കുകയാണ്. എന്നാൽ ഇന്നലെ രാത്രി ഇതല്ലായിരുന്ന അവസ്ഥ. ഇന്നലെ രാത്രി ഒരു 9 മണി മുതൽ ഇന്ന് പുലർച്ചെ 3 മണി വരെ ശക്തമായ രീതിയിലുള്ള മഴയാണ് കോട്ടയത്ത് പെയ്തത്. പ്രത്യേകിച്ച് കോട്ടയത്തിൻ്റെ മലയോര മേഖലകളിൽ കൂട്ടിക്കൽ, മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി ഉൾപ്പെടെയുള്ള മേഖലകളിൽ അതിതീവ്രമായ മഴ ചെറിയ സമയം കൊണ്ട് പെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായി. കൂട്ടിക്കൽ ചോലത്തടം റോഡിൽ കവാലി ഭാഗത്ത് വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടായി. റോഡിലെ ഗതാഗതമൊക്കെ തന്നെ തടസ്സപ്പെടുന്ന സ്ഥിതി ഉണ്ടായി രാത്രിയൊക്കെ തന്നെ. അതുപോലെ കാഞ്ഞിരപ്പള്ളിയിലെ പല മേഖലകളിലും, അഞ്ചലിപ്പാവ് ഉൾപ്പെടെയുള്ള പല മേഖലകളിലും റോഡിൽ വെള്ളം കയറി. മുണ്ടക്കയത്ത് പല ഇടങ്ങളിലും വെള്ളം കയറി. ഇത്തരത്തിൽ കോട്ടയത്തിൻ്റെ മലയോര മേഖലകളിലൊക്കെ തന്നെ ഇന്നലെ രാത്രി പെയ്ത മഴ വലിയ രീതിയിലുള്ള ദുരിതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ആളപായമൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ചില ഇടങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ. എന്തായാലും ഈ മണിമലയാറിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ജലനിരപ്പാണ് ഇന്നലെ രാത്രിയോടുകൂടി ഉയർന്നത്. അതുകൊണ്ട് തന്നെ ഈ നദീതീരത്ത് താമസിക്കുന്ന ആളുകളോടൊക്കെ തന്നെ പരമാവധി സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി താമസിക്കാൻ പ്രാദേശിക ഭരണകൂടമൊക്കെ തന്നെ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. അവരോടൊക്കെ തന്നെ ഇതിനോടകം തന്നെ മാറിയിട്ടുമുണ്ട് എന്നാണ് നമുക്ക് പ്രാദേശികമായി ലഭ്യമാകുന്ന വിവരം. എന്തായാലും നിലവിൽ മഴയ്ക്ക് ശമനമുണ്ട്. അതേസമയം തന്നെ ഇന്നലെ രാത്രി ഒരു 9 മണി മുതൽ പുലർച്ചെ 3 മണി വരെ പെയ്ത ശക്തമായ മഴ, ആ മഴയാണ് നിലവിൽ കോട്ടയത്ത് ഏറ്റവും അധികം ദുരിതമായിരിക്കുന്നത്. ഈ പുഴകൾ, ആറുകൾ, തോടുകൾ തുടങ്ങിയവ കരകവിഞ്ഞൊഴുകുകയോ അത്തരത്തിൽ എന്തെങ്കിലും ദുരിതമോ പരിസര പ്രദേശത്തുള്ളവർക്ക് ഉണ്ടാവുകയോ മറ്റോ ഉണ്ടോ ഷിനോജ്? മൊത്തം ഈ കാഞ്ഞിരപ്പള്ളി ചിറ്റാർപ്പുഴയുടെ തീരത്ത് ചിറ്റാർപ്പുഴ കരകവിഞ്ഞൊഴുകി. അതുപോലെ തന്നെ മണിമലയാറ് പലയിടങ്ങളിലും കരകവിഞ്ഞൊഴുകി. ഇത് രണ്ട് ആണ് പ്രധാനമായും നിലവിൽ പറയാനുള്ള കാര്യമെന്ന് പറയുന്നത്. മീനച്ചിലാറിലൊക്കെ തന്നെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ടെങ്കിൽ കൂടി കരകവിഞ്ഞൊഴുകുന്ന നിലയിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല. പക്ഷേ മണിമലയാറ് പലയിടങ്ങളിലും കരകവിഞ്ഞൊഴുകിയിട്ടുണ്ട്. മണിമല പാലം താഴ്ന്നു. മണിമല കോസ്വേ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ, പഴയടം കോസ്വേ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ താഴ്ന്നിട്ടുണ്ട്. പക്ഷേ ഈ മഴയുടെ തീവ്രത ഒരു 3 മണിക്ക് ശേഷം കുറഞ്ഞിട്ടുണ്ട്. മഴ ശമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി മഴ ഒന്ന് കനത്താൽ മാത്രമായിരിക്കും കൂടുതൽ പ്രശ്നമുണ്ടാകുക. നിലവിൽ മഴയ്ക്ക് ശമനമുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി പെയ്ത മഴ, അതാണ് കോട്ടയത്ത് ഏറ്റവും അധികം ദുരിതമായത്. ഇന്നലെ ഒരൊറ്റ രാത്രി കൊണ്ട് പെയ്ത മഴയാണ് കോട്ടയം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്.